പോത്തൻസ് എസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയുമായിട്ടാണ്. സ്വീറ്റ് ആൻഡ് സോൾട്ട് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 150 ml ഡാൽഡയാണ് എടുക്കുന്നത്. 250 ഗ്രാം മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഡാൽഡ വാങ്ങുമ്പോഴേക്കും കട്ടിയായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ എണ്ണ പോലെ അതൊന്ന് ഉരുകി കിട്ടും. അതിന് ശേഷം വേണം നമ്മളതൊന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അളന്നതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ കട്ടിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റ് ഫ്ലഫി ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 60 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഡാൽഡ ഒന്ന് ബീറ്റ് ചെയ്യുന്ന ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബിസ്ക്കറ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കാരം സീഡും അജ്വൈനുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അജ്വൈൻ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നനവ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മാത്രം മതി. കൂടുതലിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് പ്ലാസ്റ്റിക് കവറിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം ഫോയിലിൽ ചെയ്തെടുക്കുന്നത്. അലൂമിനിയം ഫോയിലിൽ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറിലാണെങ്കിൽ നേരെ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുത്താൽ നമുക്ക് ഷേപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ളത് നന്നായിട്ടൊന്ന് ഷേപ്പ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചത്. ഇനി നമുക്ക് ഒരേ കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുത്ത് വെക്കാനായിട്ട്. ഇതിൻ്റെ സൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പലതും പല രീതിയിലായിരിക്കും ബേക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോഴേക്കും ഇത് കൂടുതലായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ വെക്കുമ്പോഴേക്കും ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബേക്കായി വരുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാവും, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെക്കുന്നത്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലാണ് വെച്ച് കൊടുക്കുന്നത്. 10 to 12 മിനിറ്റ്സ് ആണ് ഇതിനെടുക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്തോളുക. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മൾ അവനിൽ നിന്ന് മാറ്റി ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മളിത് എടുത്തു കഴിയുമ്പോൾ നമ്മളതിൽ അതിൻ്റെ സെൻറ്ററിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വെന്തിട്ടില്ല എന്ന്. വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ആവും. ചെറു ചൂടോടുകൂടി തന്നെ ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വയർ റാക്കിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന പൊടി കൊണ്ട് കുഴച്ചതാണ് ഈ സൈസ് ചെറുത് വന്നിരിക്കുന്നത്. അതിൽ സൈസ് ചെറുതായിട്ടുള്ളതാണ്. കറക്റ്റ് ടൈമിൽ വെച്ചെങ്കിലും അത് മാത്രം കൂടുതൽ ബേക്കായിട്ട് പോയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.